നിങ്ങൾക്കൊരു ഡ്രൈ സ്കിൻ ആണ് എങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നാമത്തെ നമ്മുടെ ഫേസ് വാഷ് ആണ്. ഓൾറെഡി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോമിങ് ആയിട്ടുള്ള, അതായത് പത വരുന്ന ഫേസ് വാഷുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷും ചേരത്തില്ല. ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് നല്ലൊരു ഓപ്ഷനാണ്. അതായത് അധികം ഫോമിങ് ഇല്ലാത്ത ഫേസ് വാഷ്. പിന്നെ നിങ്ങൾക്കൊരു എന്താ പറയുക, ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷ് വേണമെങ്കിൽ ഏജ് മാത്രം എഴുതിയ ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഈ റൗണ്ട് ഗ്രന്യൂൾസ് ഉള്ള ഫേസ് വാഷുകൾ അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വരുന്നതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും തിക്കായിട്ടുള്ള സെറമൈഡ്സ്, നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ്, ഗ്ലിസറിൻ, അതുപോലെ ഉള്ള സാധനങ്ങൾ അടങ്ങിയ മോയ്സ്ചറൈസേഴ്സും. പിന്നെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള സൺസ്ക്രീൻ, മാറ്റ് ഫിനിഷ് ഉള്ള സൺസ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട്, ഫ്ലൂയിഡ് സൺസ്ക്രീൻസ്, അതായത് ഒരുപാട് വാട്ടറി കൺസിസ്റ്റൻസി ഉള്ള സൺസ്ക്രീൻസ് അവോയ്ഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ഒരു സെറം പെർട്ടിക്കുലർലി വേണമെങ്കിൽ നയാസിനമൈഡ് സെറം 5% ബിഗിനേഴ്സിനും ഹൈറോണിക് ആസിഡ് സെറം നല്ല ഓപ്ഷൻസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.